എനിക്ക് എൻ്റെ ബാപ്പ ബൈക്ക് വാങ്ങിച്ചു തരാത്തത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ചെറുപ്പത്തിലെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ബാപ്പ പണ്ട് ടൂറിന് വിടാത്തതുകൊണ്ട് എൻ്റെ കുട്ടി പറക്കട്ടെ ടൂറിന്, എപ്പോഴും ടൂർ തന്നെ ഇരിക്കണം എന്നാ. കുട്ടിക്ക് പൈസയുടെ മൂല്യങ്ങളെ കുറിച്ച് അറിയില്ല. കുട്ടി പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊടുത്ത് 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 കുട്ടിയെ നിയന്ത്രണമില്ലാതെ കുട്ടിയുടെ താളം മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഈ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് മൂക്കുകുത്തുന്നത്. പക്ഷെ പോലീസിൽ വന്നപ്പോഴാണ് സംഗതി എനിക്ക് മനസ്സിലായത്. ശരിക്കും പടച്ചോൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങള്? പടച്ചോൻ എന്ന് പറഞ്ഞാൽ പോലീസാണ്. അപ്പം എന്നിട്ടാണ് 500 രൂപ ഹെൽമെറ്റഡ് ആയിട്ട് മിഞ്ഞാന്നും പിടിച്ചിന് എന്നെ. അത് തന്നെയാണ് പടച്ചോന്മാർ ചെയ്യുന്നത്. ഈ റോഡിൽ നിങ്ങളെ തല തല്ലി പൊട്ടിപ്പോകരുത് എന്ന്, ഓംലറ്റ് പോലെ തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് പോലീസുകാർ മാത്രം. വേറെ ഒറ്റൊരാളും നിങ്ങളെ ഹെൽമെറ്റ് വെക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ തല പൊട്ടരുത് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പോലീസുകാരന് മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഈ 500 രൂപ പോലീസുകാരൻ്റെ കീശയിലേക്കാ പോവാന്ന അല്ല. പക്ഷെ എൻ്റെ വിഷയം അതല്ല. പോലീസ് സ്റ്റേഷനിൽ 8 മണി മുതൽ രാത്രി 10 മണി വരെ, അല്ലെങ്കിൽ ഏത് സമയം വരെ ഇരിക്കുമ്പോഴും പോലീസുകാരൻ ഈ നാട്ടിൽ ഒരു നന്മയുടെ ഒരു സംഗതിയും കാണുന്നേയില്ല. ഈ മാണിക്കോത്ത് ഈ പ്രദേശത്തുള്ള ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ വീട്ടിലെ കല്യാണ നിശ്ചയത്തിന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ ഒന്ന് വരണം, ബിരിയാണി തിന്നണം എന്ന് നിങ്ങൾ പറഞ്ഞാ ഇല്ല. നിങ്ങളെ വീട്ടിലെ കിരട്ടിൽ പൂച്ച വീണിക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വരും പോലീസ് സ്റ്റേഷനിൽ. അത് പൂച്ച ചത്തുവയ്ക്കുണ്ടെങ്കിൽ പോലീസിനെതിരെ പ്രക്ഷോഭം നടത്തും നിങ്ങൾ. അങ്ങനെയാണ്. ആപത്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പോലീസിന്റെ ആവശ്യമുള്ളൂ. ഞാൻ പടച്ചോനാന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ നാട്ടിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് പോലീസുകാരനായിരിക്കും. നിങ്ങളെ വീടെല്ലാം സുരക്ഷിതമായിരിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. നിങ്ങളെ വീട്ടിൽ ഒരാളും ആത്മഹത്യ ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവനുണ്ട് എങ്കിൽ അത് പോലീസുകാരനായിരിക്കും. നിങ്ങളെ മക്കൾ ഒളിച്ചോടരുത് എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവനും പോലീസുകാരനാണ്. ശരിയാണോ? നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചോ ഇവിടെ വരുമ്പോ ഈ അള്ളാ ഇവിടെ എല്ലാ വീട്ടിലും സുരക്ഷിതമായിട്ട് എല്ലാവരും ഇരിക്കട്ടെ, എല്ലാ വീടും സമൃദ്ധമായിരിക്കട്ടെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചോ? ഇല്ല. പക്ഷെ പോലീസുകാരങ്ങളോടുള്ള ഇട്ടം കൊണ്ടൊന്നുമല്ല. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒരു കള്ളം കാര്യമായില്ലേ, ആ നിമിഷം മുതൽ പോലീസുകാരൻ കള്ളന്റെ പുറകെ ഓടണം. പോലീസിന് ഉറക്കം ഉണ്ടാവില്ല. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചോടിയാൽ ആ നിമിഷം മുതൽ പോലീസുകാരൻ പുറകെ ഓടണം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ ഉമ്മയും സ്റ്റേഷനിൽ വന്നിട്ട് കരയാന്നല്ലാണ്ട് എടുത്തു പോയി ഇങ്ങനെ നിലവിളിക്കാന്നല്ലാതെ. അപ്പൊ എല്ലാവരും കൂടി നിങ്ങളെ പിടിച്ച് തിരിച്ച് വീട്ടിൽ പിന്നെ എത്തിക്കുമ്പോൾ വീട്ടിലെത്തിയാൽ നിങ്ങൾ കോലാലിരുന്ന് കരച്ചാൽ തന്നെ എങ്ങനെ പോറ്റിയതായിരുന്നു, അതിന് നന്ദിയുണ്ടോ അടുത്ത വീട്ടിലുള്ള ആൾ കഞ്ഞിയും പയറൊക്കെ കൊണ്ടുവരുമ്പോൾ അതും തിന്നുക, പിന്നെയും കരിയ. ഇത് തന്നെ പരിപാടി. എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരാള് ആ കുട്ടിയുടെ പുറകെ ഓടിയ പോലീസുകാരൻ ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ പോലീസുകാരൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അവൻ ഡ്രസ്സ് മാറാൻ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പോലീസുകാർ ഈ ഇവിടെ ഉള്ള ഒരാളും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അല്ല ഇപ്പൊ നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഇത് തന്നെ പ്രശ്നം. പണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ ആത്മഹത്യയും ഒളിച്ചോട്ടമൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഓർമ്മയിലുണ്ടോ? ഇവിടെ ഒളിച്ചോട്ടോ ആത്മഹത്യ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പോ കൊറോണയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇന്നും ഓടിയിട്ടുണ്ട് 2 മുസ്ലിം കുട്ടികൾ കോഴിക്കോട്. 2 പേര് ഇന്നലെ എൻ്റെ നാട്ടിലാണ് കഴിഞ്ഞ ദിവസം സ്ത്രീധനത്തിന്റെ പേരിൽ തൂങ്ങി മരിച്ച 2-3 മുസ്ലിം കുട്ടികളുണ്ട്. ചൊക്ലിയിലാണ് കിണറ്റ് തുള്ളിയ ഒരു കുട്ടിയുള്ളത്. അപ്പൊ ഇപ്പം നമുക്ക് ആരാ എന്താണെന്നൊന്നും പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പം പോലീസിന് കുറച്ചും കൂടി ജാഗ്രതയോട് പ്രവർത്തിച്ച് ആരാ എപ്പാന്നൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിരിയും വരുന്നുണ്ട്. നിങ്ങളെല്ലാം ഒളിച്ചോടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ കണ്ണ് കാണുമ്പോൾ ഒളിച്ചോടോ മുട്ടുന്ന കുറേ ആളുകളുണ്ട്, തൂങ്ങി മരിക്കാൻ മുട്ടുന്ന പോലെ എല്ലാം ഉണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞു. ഇപ്പം പറഞ്ഞാൽ ക്ലാസ് മുറിഞ്ഞു പോകും. അപ്പം ഈ ഉപ്പ ചോദിക്കും എന്നോട്, ഇനി എന്നെ നോക്കിയിട്ട് പറയുന്നത് എന്തിനാ, ഞാൻ ഇനി ആടെ ഒളിച്ചോടാൻ എന്തോന്നില്ല ഉപ്പ. പക്ഷേ എനിക്ക് നിങ്ങളീ സംശയം. കാരണം എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ പെണ്ണിൻ്റെ പ്രായം 83 വയസ്സാണ്. കൂട്ടിക്കൊണ്ടുപോയ കാമുകന്റെ വയസ്സ് 87ആണ്. നാട്ടുകാരും വീട്ടുകാരും പോലീസുകാരും പരക്കം പാഞ്ഞു ഈ ഒളിച്ചോട്ടത്തിന് കാമുകനെയും പിടിക്കാൻ. ഒറ്റരാക്കം പിടുത്തം കിട്ടിയില്ല. പക്ഷെ അവസാനം കിട്ടി പോലീസുകാർക്ക്. എവിടുന്നറിയോ? പറശ്ശിനിക്കടവെന്ന് പയര് തിന്ന് 2 എണ്ണം ആടെന്നാ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ രംഗങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ തന്നെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാക്കിയും സാധാ മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. അതിനുശേഷം ഇല്ലേ എനിക്ക് പേടിയാണ്. എൻ്റെ അമ്മക്ക് 92 വയസ്സുണ്ട്.
ഇവർ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് രണ്ടുപേരും പിരിയുന്ന രംഗങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണേനു. രണ്ടുപേരും ഇങ്ങനെ കരയാ. അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങളൊന്ന് ഒഴിവായി തരണം, കാരണം നമുക്ക് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ വീണ്ടും പണിക്ക് വരാൻ. അവർ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. വേറെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? പക്ഷെ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ അമ്മക്ക് 92 വയസ്സ്. എൻ്റെ അമ്മനെ കണ്ടപ്പോൾ എനിക്കൊരു സംശയമോ, ഇനി അമ്മ ഒളിച്ചോടുമോ പഠിച്ചോനെ? കാരണം എൻ്റെ നാട്ടിൽ ഒരു 83 ഓടിയിട്ടുണ്ട് എങ്കിൽ 92 ഒളിച്ചോടും എന്നുള്ള പേടി എനിക്കുണ്ട്. ആ പേടി നിങ്ങൾക്കില്ലാതെ പോയി. അതാണ് ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഓടരുത് പ്ലീസ്, നാറ്റ കേസ് ഉണ്ടാക്കരുത്. അമ്മ ഞാൻ ഒന്നും പറയണ്ട, ഇപ്പം 83 കൊണ്ടാക്കിയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാം, ലഹരി ആയാലും ജീവിതമായാലും ഈ നാട്ടിൽ കാണുന്ന ഏത് സംഗതിയും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഉണ്ടാവണം നിങ്ങൾക്ക്. അല്ലാണ്ട് ലഹരിക്കെതിരെ കുറച്ചാൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ലഹരി എന്ന് പറയുമ്പോൾ കുറച്ച് കള്ളിൻ്റെയും കുറച്ച് പുതിയ സാധനത്തിൻ്റെ പേരെല്ലാം പറയുന്നു. ഞാൻ ഒരു സാധനവും പറയാൻ ഉദ്ദേശിക്കില്ല. ഇവിടെ വിഷയം കള്ളും കഞ്ചാവും MDMA അല്ല ഇവിടുത്തെ വിഷയം. നട്ടല്ലില്ലാത്ത രക്ഷാകർത്താക്കളാണ് ഇവിടുത്തെ വിഷയം. മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയാത്ത ബാപ്പയും ഉമ്മയുമാണ് ഈ നാടിന്റെ ശാപം. നിങ്ങൾക്ക് മക്കളെല്ലാം പോറ്റുന്നറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ മക്കളൊക്കെ എങ്ങനെ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ട്? ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ മോടി വരുന്നുണ്ടാ? കിടക്കൂ എന്ന് പറഞ്ഞാൽ ഇറ്റൽ കിടന്നുറങ്ങുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന കഞ്ഞിയും കപ്പയെല്ലാം ഇറ്റൽ ബബ്ലു എന്ന് പറഞ്ഞ് തിന്നുന്നുണ്ടാ? ഇല്ല. പോട്ടെ, എല്ലാം വിട്ടേക്ക്. അയറ്റുള്ള മുടി നിങ്ങൾ വിചാരിച്ച പോലെ മുറിക്കാൻ പറ്റുന്നുണ്ടാ? അതുമില്ലേ. പിന്നെ ആരെയാണ് നന്നാക്കേണ്ടത്? ഇവിടെയാണ് വിഷയം. അപ്പൊ നിങ്ങൾ അറിയും, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് ഒന്നും പറഞ്ഞുകൂടാ, അയറ്റുകൾ ചത്താളി. കുട്ടി ചാകുന്നതിന് രക്ഷാകർത്താക്കൾക്ക് പേടിയാണ്. ശരിയാണോ? ഞാൻ നോക്കുമ്പോ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനെല്ലാം ചത്ത് പണ്ടാരടങ്ങേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഞാൻ 1ാം ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട്, എനിക്ക് കണ്ണൂരിനെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും അത്ര അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ 10ാം ക്ലാസ് തോക്കുമെന്ന് ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചത്. തോക്കുമെന്ന് ഭയന്നിട്ട് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ജയിച്ചിന് A+ ഉണ്ട്. മൊബൈൽ ഫോൺ കൊടുക്കാച്ചിട്ടാണ് 5 വയസ്സുകാരൻ തൂങ്ങി മരിച്ചത്. പരീക്ഷ തോറ്റതിന് മരിക്കുകയാണെങ്കിൽ അന്ന് എൻ്റെ അമ്മ ചിരിച്ച ചിരി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ ഒരു കുട്ടി മരിച്ച അമ്മ ചിരിക്കുക ചെയ്യുക? അമ്മ ചോദിച്ചു, അതിനല്ല ഞാൻ ചിരിച്ചത്. അങ്ങനെ പരീക്ഷയിൽ തോറ്റു മരിക്കുകയാണ് എങ്കിൽ ഈ വീട് മുഴുവൻ ഇനി തൂങ്ങി ആടണമായിരുന്നല്ലോ എന്ന് എൻ്റെ അമ്മ. ഞാൻ 9ാം ക്ലാസ് വരെ തോറ്റതാ. എനിക്ക് മരിക്കാൻ നല്ലോണം മുട്ടി. ഞാൻ മരിക്കാതിരിക്കാൻ ഒറ്റക്കാരനാരാന്നറിയോ? എൻ്റെ ശത്രുവായ അച്ഛൻ. എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു. ചിരി വരും മൂപ്പറെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കും. പക്ഷെ പിന്നീട് ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത്, മൂപ്പറാ ശരിയെന്ന്. അതുവരെ എൻ്റെ ശത്രുവായിരുന്നു എൻ്റെ അച്ഛൻ. നിങ്ങളെങ്ങനെ ബാപ്പയെല്ലാം അല്ലേ ഇഷ്ടമായിരുന്നോ? ശത്രുവല്ലേ? നോ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ടൂറിന് പൈസയില്ല, എല്ലാം നോ ആ ചങ്ങായി. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം യേസായിരുന്നു. ശരിയല്ലേ? പക്ഷെ ഞാൻ മരിക്കാതിരിക്കാൻ കാരണം അറിയോ? ഞാൻ പരീക്ഷ തോറ്റ അന്നേരം എൻ്റെ അച്ഛൻ്റെ ഒരു ഉപദേശമുണ്ട്, എനിക്ക് പോയി ചത്തോറോ. LKG കുട്ടി പരീക്ഷ തോറ്റ ചാവും പറയും അച്ഛൻ. അത് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. LKG എൻ്റെ സൂപ്പി മാഷ് നല്ലൊരു മാഷുണ്ടായിരുന്നു. സൂപ്പി മാഷ് പറഞ്ഞു, സൂപ്പി മാഷാണ് ഞാൻ മരിക്കാതിരിക്കാൻ കാരണം. സൂപ്പി മാഷ് എന്നെ പഠിപ്പിച്ചെന്നറിയോ? നല്ലോണം പഠിക്കണം. ഞാൻ പറഞ്ഞു, പഠിക്കാണ്ടെന്താ, നമ്മളെല്ലാം പഠിക്കൂല. അങ്ങനെയല്ലേ നമ്മളും പറയാ. മാഷ് അല്ലെങ്കിൽ ഉസ്താദ് പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കൂലെന്ന് പറയോ? അങ്ങനെ അറിയാം. എൻ്റെ ഉസ്താദ് ആ സൂപ്പി മാഷ് പറഞ്ഞു, പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. ഇത് രണ്ടും മാഷ് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന മുഹമ്മദ് എന്നോട് പറഞ്ഞു, അങ്ങനെ മാഷ് നമ്മളെ പൊട്ടാന്ന് വിളിക്കുക. എൻ്റെ ബാപ്പ ഗൾഫിലാണ്, ഇഞ്ഞി പോയിട്ട് എൻ്റെ അച്ഛനോട് പറയണം കുട്ടികളെ പൊട്ടാന്ന് വിളിച്ചു എന്ന്. ഞാനില്ലേ ജനഗണമന പാടുവാനൊന്നും നിന്നില്ല. ജയാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓടി വീട്ടിലേക്ക്. കോലാലിരിക്കുന്ന അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താണ് ഇന്ന് പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞു, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ. അച്ഛൻ അതൊന്നും പറയണ്ട, അത് പണ്ട് ഞാനും പഠിച്ചതാണ്. മുഹമ്മദ് പറഞ്ഞു, മറ്റേ പറ, മറ്റേതേതാ? പൊട്ടാന്ന് വിളിച്ചത്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ മാഷ് പറഞ്ഞു നല്ലോണം പഠിക്കണം പൊട്ട, പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. അങ്ങനെ കുട്ടികളെ പൊട്ട എന്ന് വിളിക്കാൻ പാടുണ്ടോ അച്ഛ എന്ന് ചോദിക്കാനാണ് ഞാൻ വിചാരിച്ചത്. ആ അച്ഛ എന്നതിൻ്റെ മുമ്പ് തന്നെ അച്ഛൻ കാര്യമായിട്ട് മറിഞ്ഞ് എന്നോട് പറഞ്ഞ ഒരു വർത്താനമുണ്ട്, മാഷ അടിയും കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നെ കൊല്ലും മരപ്പൊട്ട. 1ാം ക്ലാസ്സിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഈ വാക്കുണ്ടല്ലോ, ഞാൻ മുഹമ്മദോട് അന്ന് പറഞ്ഞൊരു വർത്താനുണ്ട്, എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടി, എനക്ക് കിട്ടിയാൽ എനക്കും കിട്ടി, അതിവിടെ വന്നിട്ട് എഴുന്നള്ളിക്കണ്ട. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് അടി കിട്ടിയപ്പോൾ കീശയിൽ കൈയിട്ട് കിട്ടിയോന്ന് വെച്ചോ എന്ന് പറയാൻ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പ്രാപ്തനാക്കിയത് സൂപ്പി മാഷും എൻ്റെ അച്ഛനും കൂടിയായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ മക്കള് ടീച്ചറൊന്ന് തല്ലിയാൽ
ടീച്ചറൊന്ന് നോക്കിയാൽ ബാപ്പയും നാട്ടുകാരും കൂടിയിട്ട് അങ്ങോട്ട് എഴുന്നള്ളത്ത എൻ്റെ മോനെ അതിൻ്റെ ഓടി മാഷൊന്ന് തോണ്ടി എന്നൊരു വർത്താനം കൂടി ചേർത്ത മാഷ പോലീസ് തോണ്ടി ജയിലിലിടും. തോണ്ടലല്ലാടി ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ? ഇത് കണ്ടു വളരുന്ന കുട്ടി വിചാരിക്കുന്നവരെ ഞാനാണ് രാജാവ്, എന്നെ തൊടാൻ ഈ ലോകത്താരുമായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കുട്ടിയുടെ മനസ്സ് മാറ്റിയെടുത്തത് നിങ്ങളാണ്. ഈ കുട്ടികളെ കള്ളത്തരം പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഈ ഉറൂസിന്റെ പിരിവിനൊക്കെ വീട്ടിൽ പോകുമ്പോൾ പല ബാപ്പമാരും കുട്ടികളോട് പറഞ്ഞിട്ട് ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് കട്ടിൻ്റെ അടിയിൽ ഒളിച്ച് എത്ര ബാപ്പമാരുണ്ട്. ഇത് കണ്ടിട്ട് കുട്ടി വന്നിട്ട് പറയാ ഇല്ല ബാപ്പ ഇല്ല. ജീവനോടെ ഇരിക്കുന്ന ബാപ്പയെ കട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് കളവ് പറയാൻ പഠിപ്പിച്ച ആരാണ് കളവ് പറയാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സ്വന്തം ഉമ്മയും ബാപ്പയാണ്. പിന്നെ എങ്ങനെയാ കുട്ടി കള്ളത്തരം പറയാൻ എടുക്കുക? ബാപ്പനെ കൊല്ലുന്നതിന് അപ്പുറമുള്ള കള്ളത്തരം വേറെ ഉണ്ടോ? എനിക്ക് അറിയാം എൻ്റെ കുട്ടി എന്ത് കുട്ടി. അതുകൊണ്ട് ഇന്നു മുതൽ ഓർമ്മിച്ചോ, ചൊട്ടയിലെ ശീലം ചൊടല വരെ. കുട്ടി എന്താണോ ചൊട്ടയിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായം, നിങ്ങൾ മുസ്ലിം സമുദായത്തിനെടുത്ത് നോക്ക്, എല്ലാവരും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു, 5 പ്രാവശ്യം കൃത്യമായി നിസ്കരിക്കുന്നു. മതബോധം ദീനിബോധം എല്ലാവർക്കും ഒരേപോലെയാണ്. ശരിയാണോ തെറ്റാണോ? എങ്ങനെ കിട്ടി? 3 വയസ്സ് മുതൽ കുട്ടിയുടെ മനസ്സിലേക്ക് മതപഠനത്തെ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് കൃത്യമായ ഒരു ദീനിബോധവും മതബോധവും ഉണ്ടാവുന്നു. ശരിയാണോ? എല്ലാവരും ഒരേപോലെ. അത് ഞങ്ങളതൊന്ന് മാറ്റിയോക്ക്. അത് ഇക്കൊല്ലം അങ്ങോട്ട് മാറ്റിയോക്ക്. നിങ്ങൾ ഇക്കൊല്ലം തൊട്ട് പറയാം 20ാമത്തെ വയസ്സിലാണ് മതപഠനം തുടങ്ങുമെന്ന് പറഞ്ഞോക്ക് നിങ്ങൾ. പിന്നീട് ഒരു കുട്ടീനെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ശരിയാണോ? അപ്പോ ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഗതികൾ, കളവ് പറയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 വയസ്സ് മുതൽ തുടങ്ങണം. നിങ്ങളെ മക്കൾ ലഹരി വസ്തു, വേണ്ടാത്ത ലഹരി, കള്ളും കഞ്ചാവും ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 3 വയസ്സ് മുതൽ തുടങ്ങണം ശീലം. പക്ഷെ എൻ്റെ ഭാര്യ ഒന്നും അങ്ങനല്ല കേട്ടോ. എൻ്റെ ഭാര്യ പറയുന്നറിയോ? നിങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങൾ എനിക്കറിയില്ലേ? എൻ്റെ ഭാര്യ പറഞ്ഞറിയോ, ഇപ്പം കുട്ടി പറക്കട്ടെ. ഞാൻ ചെപ്പാ പിടിക്കുക. ഓള് പറഞ്ഞു 15 വയസ്സ് കഴിഞ്ഞാലാ പോലും പിടിക്കുക. എനിക്കത് ആലോചിച്ച് ചിരി വന്നിട്ട് ഇപ്പം ചിരി നിർത്തിയിക്കില്ല ഞാൻ. 15 വയസ്സ് കഴിഞ്ഞാൽ ആരെ പിടിക്കുന്നു എൻ്റെ കൺഫ്യൂഷൻ. അധികം ആ 5 വയസ്സുള്ള കുട്ടി എൻ്റെ ഭാര്യൻ്റെ കഴുത്ത് പിടിക്കാനാണ് സാധ്യത. അത് തന്നെയാണ് കേരളത്തിൻ്റെ പല വീടിൻ്റെ ഉള്ളകങ്ങളിലും. പുറത്ത് ചിരിയാണെങ്കിലും പല ബാപ്പയും പല ഉമ്മയും കുട്ടിയുടെ കൈപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പടക്കുന്നത് പോലീസുകാരനായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തുടങ്ങണം. ഏത് വയസ്സ് മുതൽ? 3. ഇപ്പൊ 3 വയസ്സിൽ മുതലേ നിങ്ങളെ മക്കളെ പിടിച്ച് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, 5 വയസ്സിൽ കൂട്ടിക്കൊണ്ടുവരുന്നിരുന്നു, നിങ്ങളെ കൈപിടിച്ച് ഈ കുട്ടീനെ മണ്ണിലൂടെ നടത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളെ കുട്ടി 20 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നോ? അവിടെ നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളെ മക്കളെ കൈപിടിച്ച് പള്ളിയിലേക്ക് വന്നോ? ഏതെങ്കിലും വിവാഹത്തിന് പോകുമ്പോൾ നിങ്ങളെ മക്കളെ കൂട്ടിയോ? നിങ്ങൾ ഇല്ല. അതോടുകൂടി തന്നെ കുട്ടിയും നിങ്ങളുമായിട്ടുള്ള അന്തരം ഇങ്ങനെ കൂടി വന്നു. കുട്ടി വിചാരിക്കുന്ന എന്താ? ഞാനാണ് ശരി, ഉപ്പ പൊട്ടൻ. എന്തുകൊണ്ടാ പൊട്ടൻ എന്ന് വിളിക്കുന്നത് അറിയോ? അതിന് ശാസ്ത്രീയമായിട്ട് മറ്റൊരു വശമുണ്ട്. നിങ്ങൾ ഇന്ന് വേണമെങ്കിൽ നിങ്ങളെ മക്കളെ വീട്ടിൻ്റെ അങ്ങോട്ട്, നിങ്ങളെ ചെറുമക്കളെല്ലാം ഉണ്ടാവില്ലേ, അതിനെ ഇങ്ങോട്ട് കൂട്ടുക. എന്നിട്ട് ആരും കേൾക്കണ്ട. ഐറ്റകൾ കള്ളത്തരം പറയില്ല, ഐറ്റകൾ സത്യം പറയും. ആരും ഇല്ലാത്ത മൂലയെ കൊണ്ടുപോയിട്ട് ചോദിക്കുക, ബാപ്പയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചോ നിങ്ങൾ. ഐറ്റകൾ പറയുന്നത് ബാപ്പയാ പണ്ടേ പൊട്ടനാണല്ലോ. കാരണം എന്താ അറിയോ? കുട്ടിക്ക് ഇതുവരെ നിങ്ങൾ ശരിയാണെന്ന് തോന്നിയിട്ടില്ല. കാരണം കുട്ടിയെ കളവും നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളെല്ലാം പഠിപ്പിച്ചത് കുട്ടിയാണെന്നുള്ള ബോധം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. നിങ്ങൾക്കാണില്ലാത്തത്. അതിനെന്താ വാദം അറിയോ? എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ഐറ്റക്ക് കിട്ടണം എന്നുള്ള വാശി. എനിക്ക് എൻ്റെ ബാപ്പ ബൈക്ക് വാങ്ങിച്ചു തരാത്തത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ചെറുപ്പത്തിലെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ബാപ്പ പണ്ട് ടൂറിന് വിടാത്തതുകൊണ്ട് എൻ്റെ കുട്ടി പറക്കട്ടെ ടൂറിന്, എപ്പോഴും ടൂർ തന്നെ ഇരിക്കണം എന്നാ. കുട്ടിക്ക് പൈസയുടെ മൂല്യങ്ങളെ കുറിച്ച് അറിയില്ല. കുട്ടി പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊടുത്ത് കുട്ടിയെ നിയന്ത്രണമില്ലാതെ, കുട്ടിയുടെ താളം മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഈ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് മൂക്കുകുത്തുന്നത്. ഓക്കെ, ഇപ്പൊ സംഗതി മനസ്സിലായല്ലോ? ആരാ അവിടുത്തെ ഉത്തരവാദി? 3 വയസ്സ് മുതൽ മക്കളെ ശീലങ്ങളും ശീലക്കേടുകളും പഠിപ്പിക്കാത്ത രക്ഷകർത്താവാണ് ഇവിടുത്തെ വിഷയം. പോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ ലഹരിയിലേക്ക് പോവാം. നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടി മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ജനുവരി 1-ാം തീയതി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും 3 പ്രധാന വാർത്തകൾ ഉണ്ടായിരുന്നു. കേരള സമൂഹം പഠിക്കേണ്ടുന്ന, ചർച്ച ചെയ്യേണ്ടുന്ന 3 വിഷയങ്ങൾ.
ഒന്ന് മലപ്പുറത്ത് കോഴിക്കോടിനടുത്തുള്ള തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഗതിയാണ്. 6 വയസ്സുള്ള കുട്ടീനെ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഒരു ഉച്ച സമയമായപ്പോൾ കാണുന്നില്ല വീട്ടിൽ നിന്ന്. നാട്ടുകാരും വീട്ടുകാരും തിരിഞ്ഞും മറിഞ്ഞും കുട്ടിയെ പരതാൻ വേണ്ടി 4 ദിക്കിലേക്കും പോയി. അവസാനം ഒരു നാട്ടുകാരൻ നോക്കുമ്പോൾ അപ്പുറത്തുള്ള 15 മീറ്റർ അപ്പുറത്തുള്ള കിണറിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമിന്റെ വാതിൽ അകത്ത് നിന്ന് അടച്ചിട്ടിരിക്കുന്നു. നാട്ടുകാർ ആ വാതിൽ തച്ചു പൊട്ടിച്ചപ്പോൾ കണ്ട കാഴ്ച, ഈ 1ാം ക്ലാസ്സിലെ കുട്ടി ഷവറിന്റെ കമ്പിയിന്മേൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ്. ഉഗാണ്ടയിലെ കഥയല്ല, മലപ്പുറത്ത് തിരൂരിൽ നടന്ന സംഗതി. പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്നറിയോ, ഈ കുട്ടിക്ക് 2.5 വയസ്സ് മുതൽ ഈ ഉമ്മ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് പോലും. 2.5 വയസ്സ് മുതൽ. എല്ലാവരും പറഞ്ഞു കൊടുക്കരുത് മൊബൈൽ ഫോൺ, കുട്ടിക്ക് സ്വതന്ത്രമായി കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞതെന്നറിയോ, എന്റെ കുട്ടീനെ പോറ്റാൻ എനിക്കറിയാം, എനിക്ക് പണ്ട് വാപ്പ ഇതൊന്നും തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പഠനത്തിൽ പിന്നോട്ട് പോയത്, അതുകൊണ്ട് എൻ്റെ മോന് ഞാനിത് കൊടുക്കും. അങ്ങനെ ഈ ചെക്കന് മൊബൈൽ ഫോൺ കൊടുത്തപ്പോൾ ചെക്കൻ നല്ലോണം തോണ്ടും മാന്തുമൊക്കെ ചെയ്ത്. ഇത് കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മോൻ നല്ലോണം പഠിക്കുന്നുണ്ട്, ഓൻ നല്ലോണം, എനക്കറിഞ്ഞൂടാത്തല്ല ഓനറിയാം, ഉമ്മക്ക് എന്തറിയാം, നമ്മൾ മരിക്കുന്നതാ നല്ലത്. അങ്ങനെ ആ ഉമ്മയോട് ചോദിച്ചു, എന്താണ് ഉമ്മ അങ്ങക്ക് ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തപ്പോഴുള്ള ഗുണം എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, എൻ്റെ മോനെ കൊണ്ട് എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, ഇവിടുത്തെ ചുമരെല്ലാം നല്ല വൃത്തിയിലുണ്ട്, അടുക്കളയിൽ വെച്ച സാധനം വെച്ച സ്ഥലത്തുണ്ട്, കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല. കാരണം ഈ മൊബൈൽ ഫോൺ കൊടുത്തപ്പോൾ കുട്ടി മൊബൈൽ ഫോണിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉമ്മ വിചാരിച്ച് പഠിക്കുകയായി കുട്ടീന്നാ. ഉമ്മ പറഞ്ഞ വർത്താനം എന്താ പറയുക, ഓനിപ്പോൾ ഞാനോടൊന്നും മിണ്ടൂലപ്പാ, ഓൻ ചോദ്യങ്ങളെല്ലാം ചോദിക്കുക ഗൂഗിളിനോടാണ്. ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ലേ, എന്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും പോലും. ഉമ്മ പറഞ്ഞ ഓൻ എന്ത് പഠിക്കണമെങ്കിലും യൂട്യൂബിലാണ് പഠിക്കുക, നമ്മളൊന്നും ഓൻ ആവശ്യമില്ല, നമ്മൾ ശരിക്കും ഉപ്പ അമ്മയൊന്നും ആവശ്യമില്ല, ഗൂഗിളും യൂട്യൂബും ഉണ്ട് എങ്കിൽ കുട്ടി എല്ലാം പഠിക്കുന്നതാണ്. ഇംഗ്ലീഷ് പാട്ട് പാടുന്നു, അവൻ ഉറുദു പദ്യം ചൊല്ലുന്നു, എല്ലാം ചൊല്ലുന്നുണ്ട് പോലും യൂട്യൂബിൽ നോക്കി. ഉമ്മ ഈ കുട്ടീനെ കുറിച്ച് വാനോളം പുകഴ്ത്തി വീട് വൃത്തികേടാവാതിരിക്കാൻ, അടുക്കളയിൽ വെച്ച സാധനങ്ങൾ തട്ടിമാറാതിരിക്കാൻ, കസേല മറച്ചിടാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു കുട്ടിയെ സൃഷ്ടിക്കാൻ ഈ മൊബൈൽ ഫോൺ കൊണ്ട് കഴിഞ്ഞു എന്ന് ഉമ്മ സമ്മതിച്ചു. കുട്ടിക്ക് 6 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർത്തപ്പോൾ കുട്ടി സ്കൂളിൽ പോകാനൊരു മടി. അതിനു മുമ്പ് ഈ ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രക്ഷാകർത്താക്കളുടെ പാളിച്ചയാണ് ഈ പ്രശ്നത്തിന് കാരണം. WHO എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് ഈ ലോകത്ത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകത്തുള്ള മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നും ശാസ്ത്രീയമായി പഠിച്ച് വിശകലനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഘടനയാണ് WHO. ആ സംഘടന എന്താ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്രങ്ങളിൽ ആഴ്ചകളിൽ അത് എപ്പോഴും WHO പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? അത് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നാണ് WHO പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിന്റെ മുതലാളി, ഫേസ്ബുക്കിന്റെ മുതലാളി സുക്കൻബർഗിന്റെ മകൻ 6 വയസ്സ് വരെ മൊബൈൽ ഫോൺ കണ്ടിട്ടേ ഇല്ല പോലും. 1.5 വയസ്സുള്ള കുട്ടിയെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കാനേ സമ്മതിക്കരുത് പോലും. 4 വയസ്സ് വരെ കുട്ടി വിത്തൗട്ട് സ്ക്രീൻ, വിത്തൗട്ട് ട്രൗസർ ആയിരിക്കണം പോലും. കുട്ടിക്ക് ട്രൗസർ ഇടാതെ ഓടിക്കളിക്കാനും മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കാതെ കളിക്കാനുമുള്ള പ്രായം 4 വയസ്സാണ്. എന്തുകൊണ്ടാ? കുട്ടിയുടെ ശാരീരിക മാനസികമായിട്ട് തലച്ചോറ് വളരുന്ന സമയമായതുകൊണ്ട് ആ തലച്ചോറിനും കണ്ണിനും ഡാമേജ് ഉണ്ടാക്കാൻ ഈ സാധനത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട്. നിങ്ങൾ എൻ്റെ മുമ്പിലുള്ള ഏതെങ്കിലും രക്ഷാകർത്താക്കൾ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരുന്ന, പക്ഷേ WHO പറഞ്ഞു മൊബൈൽ ഫോൺ അങ്ങനെ അങ്ങോട്ട് മേടിച്ച് വെക്കണ്ട. എന്തിനാണോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. എന്തിനാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? യൂട്യൂബ് നോക്കാനാണോ? മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, വിളിക്കാൻ, ആശയസമ്പാദനം നടത്താൻ. നിങ്ങൾക്ക് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറും ഒരു ലാപ്ടോപ്പും വാങ്ങിച്ചു കൊടുക്കുക. നാട്ടിലുള്ള രക്ഷാകർത്താവ് എന്ന രീതിയിൽ മൊബൈൽ ഫോണിലൂടെ എല്ലാം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ രക്ഷാകർത്താക്കൾക്ക് കഴിയണം. ചൊട്ടയിലെ ശീലം ചൊടല വരെ. ഉമ്മയും ഉപ്പയും കുട്ടീൻ്റെ മുമ്പിൽ നിന്ന് മാന്തിയിട്ടുണ്ട് എങ്കിൽ കുട്ടി മമ്മാന്തും. ഉമ്മ മാന്തി തിഞ്ഞി മാന്തർ എന്ന് പറയുന്നുണ്ടെ കുട്ടി ഉമ്മേനെ കൊല്ലും.
അപ്പോൾ നിങ്ങൾ മാതൃക, അതുകൊണ്ടാണ് പറഞ്ഞു ബാപ്പയ്ക്കും ഉമ്മയ്ക്കും മാതൃകയാവാൻ കഴിയണം. എന്തായാലും WHO സംഘടന അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് മൊബൈൽ ഫോൺ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ആരെ വേണമെങ്കിലും വിളിക്കാൻ അച്ഛൻ്റെ ഫോൺ എടുത്തോ, അമ്മേൻ്റെ ഫോൺ എടുത്തോ, അച്ഛമ്മേൻ്റെ ഫോൺ എടുത്തോ. വിളിക്കാൻ വേണ്ടിയുള്ള ഉപകരണം ആയതുകൊണ്ട് ഇതും ജോലി വെച്ച് ആരും നടക്കുമൊന്നുമില്ല. ശരിയാണോ? അപ്പോൾ ആ ഒരു ബോധം നമുക്ക് നമ്മളെ മക്കളിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയില്ല. എന്തായാലും ഈ കുട്ടി 6 വയസ്സ് മുതൽ 2.5 വയസ്സ് മുതൽ ഉപയോഗിച്ച് വന്ന കുട്ടി 6 വയസ്സാകുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? സ്കൂളിൽ പോകാൻ മടി കുട്ടിക്ക്. സ്കൂൾ വലിച്ചു കൊണ്ടുപോയിട്ടും കുട്ടി പോയില്ല. വീട്ടിൽ ആരെങ്കിലും വന്നാൽ തെറി വിളിക്കുക, ഉമ്മേനെയും ഉപ്പേനൊക്കെ അടിക്കുക. ഉമ്മേനും ഉപ്പേനും അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അനിയനെ പിടിച്ച് മുരുണ്ടുക, കിട്ടിയ സാധനം എടുത്ത് എറിയുക, രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിരിക്കുക, രാവിലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുക. ഉപ്പയും ഉമ്മയും എന്തെങ്കിലും പറയുമ്പോൾ ഞുന്നു പറഞ്ഞ ഓപ്പോസിറ്റ് പറയുക, പൈസക്ക് ചോദിക്കുക. ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ ഉമ്മ ഒരു കൗൺസിലറുടെ സഹായം തേടുന്നത്. ഈ കൗൺസിലറോടൊപ്പം ചോദിച്ചപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കൗൺസിലർ പറഞ്ഞു, കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കുട്ടിക്ക് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താ അവസ്ഥ? സ്ക്രീൻ അഡിക്ഷൻ. ആ ഉമ്മ വീണ്ടും പൊന്തി, ലോകത്തേടിയില്ലാത്ത സൂക്കേടാണ് എൻ്റെ മോന് സ്ക്രീൻ അഡിക്ഷൻ. അത് മനസ്സിലാക്കിയ കൗൺസിലർ പറഞ്ഞു, ഉമ്മ സ്ക്രീൻ അഡിക്ഷന്റെ പച്ച മലയാളം എന്തെന്നറിയോ? നട്ടപ്പരാന്ത് എന്നാണ്. അതറിഞ്ഞപ്പോൾ ഉമ്മ ബേജാറായി. ഉമ്മ പറഞ്ഞു, ഇനി എങ്ങനെ മോനെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി മൊബൈൽ ഫോൺ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉമ്മ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഭ്രാന്ത് വരാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ മാറ്റിവെച്ചു. ആ ഭ്രാന്ത് വരാതിരിക്കാൻ മാറ്റിവെച്ചപ്പോൾ ഈ കുട്ടി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എനക്കതിന് ഒരു കാലത്തും ഫോൺ തരൂല്ലമ്മ? തരൂല എന്ന് മാത്രമല്ല, എൻ്റെ മോന് ഭ്രാന്ത് വരുന്നത് എനിക്ക് ഇഷ്ടവുമല്ല എന്ന് പറഞ്ഞു. ഉമ്മ അടുക്കളയിലേക്ക് പോയി. കുട്ടി കുറെ നേരം കരഞ്ഞു. പിന്നീട് കുട്ടി എന്ത് ചെയ്തു ഉമ്മ നോക്കിയില്ല. ഉച്ചക്ക് ഭക്ഷണം വെച്ച് വിളിച്ചപ്പോഴാണ് കുട്ടിയെ കാണാതായത്. നമുക്ക് മനസ്സിലായത് ആ കുട്ടിയാണ്, 6 വയസ്സുകാരനാണ് ഷവറിന്റെ കമ്പീന്റെ മേലെ തൂങ്ങി മരിച്ചത്. മറന്നുകൊണ്ട പ്രായം 6 വയസ്സ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? 6 വയസ്സുകാരൻ എങ്ങനെ തൂങ്ങി മരിച്ചു എന്നല്ലേ നിങ്ങളെ കൺഫ്യൂഷൻ? അതിന് ആ ഉമ്മ പറഞ്ഞ മറുപടി തന്നെയാണ് അതിന്റെ ഉത്തരവും. കുട്ടി എല്ലാ ചോദ്യവും ആരോടാ ചോദിക്കുമെന്ന് ഉമ്മ പറഞ്ഞത്? ഉമ്മയോടും കൂട്ടുകാരനോടും സഹോദരനോടൊന്നും ചോദിക്കാതെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്നത് എവിടെ നിന്നാണ്? ഗൂഗിളിൽ നിന്നാണ്. ഈ കുട്ടി ഗൂഗിളിനോട് ചോദിച്ചു, ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും സുഖകരമായ മരണം ഏതാണ് ഗൂഗിളെ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, തൂങ്ങി മരണമാണ് ഏറ്റവും നല്ല മരണം. തൂങ്ങി മരണമാണെന്ന് മനസ്സിലായപ്പോൾ ഈ 6 വയസ്സുകാരൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. എങ്ങനെയാണ് തൂങ്ങി മരിക്കുക? പണ്ട് ഉമ്മളാണെങ്കിൽ അച്ഛനോടും അമ്മയോടും കൂട്ടുകാരനോടും ചോദിക്കണം. ഉമ്മ പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കൂല, എല്ലാം യൂട്യൂബോടാണ്. അന്തം വിട്ട ചക്കൻ യൂട്യൂബോട് ചോദിച്ചു, എങ്ങനെ തൂങ്ങി മരിക്കും? യൂട്യൂബ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തൊരു കയറെടുക്കുക, ഇങ്ങനെ കെട്ടുക, കസേലമ കയറുക, മേലെ കെട്ടുക, കഴുത്തിലേക്ക് ഇടുക, താഴേക്ക് തുള്ളുക, ഡും. 6 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ 6 വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ ആ കുട്ടി തൂങ്ങി മരിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കേരളത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലേക്കും ഈ മരണം ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളൊരു ബാപ്പയാവുന്നത്. രണ്ടാമത്തെ കുട്ടി, 7 വയസ്സുകാരൻ കുട്ടി, പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് യൂട്യൂബ് നോക്കി രസിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത്. കണ്ടിട്ടുണ്ടോ മരണം? ഒന്ന് കാണണം കേട്ടോ നിങ്ങള്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ച കുട്ടിയുടെ തലച്ചോറ് കാണണം. ഓണത്തിന് പൂക്കളമിട്ടതുപോലെ ആ കട്ടിലിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു തലച്ചോറുണ്ടായി. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവിടെ മക്കൾ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഫോണ് വെക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചോളി, ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ള ബേജാറ് നിങ്ങളെ മനസ്സിലുണ്ടാവണം. അല്ലാണ്ട് എൻ്റെ കുട്ടീൻ്റെ പൊട്ടൂല, എൻ്റെ നാട്ടിൽ പൊട്ടൂല എന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ നിങ്ങളെ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. രണ്ടാമത്തെ വിഷയം, എനിക്ക് കുന്നമംഗലത്ത് 8 വയസ്സുകാരി പെൺകുട്ടിയാണ് ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിക്കാൻ. കോഴിക്കോടിനടുത്തുള്ള കുന്നമംഗലത്ത്, സ്ഥലം മറന്നുകൊണ്ട. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ഫാനിന്റെ ഉറപ്പുകൊണ്ട് ഫാന് പൊരിഞ്ഞ് താഴെ വീണു. കുട്ടി മരിച്ചില്ല. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ പോലീസുകാരൻ പോയിട്ട് ഈ 8 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നീ മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് 6ാമത്തെ ക്ലാസ്സിൽ നിന്ന് എൻ്റെ ഏട്ടന്മാരും ഏച്ചിമാരും കുറച്ച് പൊടിയും ഇങ്ങനത്തെ കുറച്ച് സാധനം തന്നിരുന്നു. അത് തന്നപ്പോൾ ഞാൻ ഏതോ ലോകത്തേക്ക് പറന്നു. ഒരു സെക്കൻഡ് സാറ്റർഡേ ആയപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടാതായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ആത്മഹത്യ എന്ന്. 8ാം ക്ലാസ്സിലെ കുട്ടി. എന്തിൻ്റെ പേരിൽ? ലഹരിയുടെ പേരിൽ.
അവിടെയാണ് നിങ്ങളെ വീട്ടിലുള്ള 8ാം ക്ലാസ്സുകാരൻ ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ഇന്നു മുതൽ പരിശോധിക്കപ്പെടുമ്പോഴാണ് നിങ്ങളും ഞാനും നടത്തുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളെ മനസ്സിൽ ഇപ്പം കാണുന്ന എൻ്റെ വീട്ടിൽ ആരും ലഹരി ഉപയോഗിക്കില്ല, എൻ്റെ മക്കളെ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തിരുത്തിക്കോ. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇന്ത്യ നന്നാക്കാനും നിങ്ങൾ നിൽക്കണ്ടേക്ക്, അതിനെല്ലാം ഇവിടെ ആളുണ്ട്. കേരളം നന്നാക്കാൻ നിങ്ങൾ തീരെ നിൽക്കണ്ട, അതിനെല്ലാം ഇവിടെ ആളുണ്ട്. ഈ നാട് നന്നാക്കാനും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ നന്നാക്കേണ്ടുന്ന ഒരിടമുണ്ട്. എവിടെയാണ് നിങ്ങൾ നന്നാക്കേണ്ട ഇടം? ഏതാണ്? നിങ്ങളുടെ സ്വന്തം വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കണം. നിങ്ങൾ ഇന്ന് നിങ്ങളെ വീട് സുരക്ഷിതമാണോ? യെസ് ഓർ നോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ വീട് സുരക്ഷിതമാണെന്ന്? പോട്ടെ, അതിനെന്ത് ചെയ്യണമെന്നറിയാം. സുരക്ഷിതമാണോ എന്ന് പറയാൻ മനസ്സിലാക്കണമെങ്കിൽ ലഹരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് ലഹരി ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ല. ഒന്നും കൂടി ഒച്ചത്ത് പറ. നിങ്ങൾ മുണ്ടൊന്നുമില്ല. ഒന്നും കൂടി പറ. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? നിങ്ങളെന്താ അറിയോ പറയാത്ത? ഒരു പോലീസുകാരൻ ചോദിക്കും അപ്പാട് യേസു നോവും പറയും ഞാനാര്? എൻ്റെ മഹലിൽ വന്നിട്ട് ഇനി ചോദിക്കുമ്പോൾ പറയാൻ അതിനെന്നെ കിട്ടൂല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ചിന്തയാണ് നമ്മളെ പ്രശ്നം. തുറന്ന് സംസാരിക്കേണ്ടടുത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ഒരു കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? വെരി ഗുഡ്. കുറച്ചാൾ നോ, കുറച്ചാൾ യെസ്, കുറച്ചാൾ സ്നോ. മനസ്സിലായില്ലേ? കുറച്ചാൾ മിണ്ടിയില്ല. ലഹരി ഇല്ല എന്ന് പറഞ്ഞ പോലെ അല്ല എത്രയും പെട്ടെന്ന് മരിക്കുക. ലഹരി ഇല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യജന്മത്തിനും ജീവിക്കാൻ കഴിയില്ല. അപ്പം കുറച്ചാൾ വിചാരിക്കും നമ്മളെ ടീമാട്ടോ, പോകുമ്പം കാണണം എന്നല്ല നിങ്ങൾക്ക് തോന്നും. ഞാൻ ഒരു ടീമും അല്ല. ലഹരി എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനം മനസ്സിലാക്കി എങ്ങൾക്കും തിരിയും എന്തിനെതിരെയാ പോരാട്ടം നടത്തേണ്ടതെന്ന്. ലഹരി എന്ന വാക്കിന്റെ നിർവചനത്തിൽ നമ്മൾ കൊടുത്ത ഏറ്റവും സിമ്പിളായിട്ടുള്ള നിർവചനം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ, ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് സന്തോഷമുണ്ടാവുകയും ആ വസ്തുവിനെ വീണ്ടും വീണ്ടും കാണണമെന്നും ആ വസ്തുവിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ് മീനിങ്. ഒരു വസ്തു നമുക്ക് ഇഷ്ടമാവുകയും അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുകയും ചെയ്യും. ഞങ്ങൾ പറഞ്ഞ റെഡിയാ, നിങ്ങൾക്ക് ചായ കുടിക്കണം, കാപ്പി കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പശുവിനെ പോറ്റലും കളരിയും കുംഫും എല്ലാം ലഹരിയാണ്. ഓക്കെ അല്ല കുട്ടികളെ? നിങ്ങൾക്ക് വൈകുന്നേരം കളിക്കണം എന്ന് തോന്നുന്നുണ്ടാ? ഇങ്ങനെ വൈകുന്നേരം ഓടണം, ചാടണം, കളിക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കളി ഒരു ലഹരിയാണ്. മനസ്സിലായില്ലേ? അല്ല പോട്ടെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബുക്ക് തുറക്കണം, വായിക്കണം, പഠിക്കണം, മരിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കള്ളത്തരം പറയൂല. പഠിക്കൽ ഒരു ലഹരിയല്ല പോലും കുട്ടിക്ക്. പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങളെ മക്കൾ ഇപ്പൊ റൂമിലിട്ടിട്ടാ പൂട്ടി വന്നെങ്കിൽ ഐറ്റിൽ പഠിക്കുന്ന ഞങ്ങൾ വിചാരിക്കുന്നത് ഐറ്റ് ഒരു പഠിപ്പില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഐറ്റിടും. നിങ്ങൾ പണ്ട് മാഷ് പുസ്തകം തുറക്കൂന്ന് പറഞ്ഞപ്പോൾ തന്നെ തുറന്നിട്ട് അങ്ങ് പഠിച്ചിരുന്ന? ഇല്ല. ബാപ്പ പഠിക്കുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്ന? ട്യൂഷൻ മാഷ് കുത്തിച്ചീച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നു? ഇല്ല. അത് കാരണം നമുക്ക് പഠിപ്പ് ഒരു ലഹരിയാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആദ്യം മുതൽ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് ലഹരിയാവേണ്ട പഠിപ്പ് ഈ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതേസമയം കളിക്കൽ ഒരു ലഹരി ആയതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ കൃത്യമായി കളിക്കാൻ വിടുന്നുണ്ടോ എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. നിങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിക്കൂല എന്നേ ഉള്ളൂ. ഏത് നിമിഷവും കളിയോട് കളിയായിരുന്നു. ശരിയാണോ തെറ്റാണോ? ആ കളിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മൈക്കൊക്കെ പുറകിൽ കുറ്റി പോലെ എനിക്ക് ഇന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അന്നത്തെ കളിയുടെ ഗുണമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ആ കളിയിലേക്ക് ഇൻവോൾവ് ആയതുകൊണ്ടാണ് നമ്മൾ വേറെ പല സ്ഥലത്തും പോകാതിരുന്നത്. ശരിയാണോ? അവിടെ ഞാൻ പറയില്ലേ ബാപ്പ പൊട്ടനാന്ന് കുട്ടി പറയാൻ കാരണം തരാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് പൊട്ടാന്ന് വിളിക്കാനേ പറ്റുന്നില്ല ഇപ്പം. കാരണം എന്താ അറിയോ? എൻ്റെ ഈ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഹോബി സ്കൂളിൽ പോകുമ്പോൾ അരക്ക് തോർത്ത് കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകാം. സ്കൂളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങൊരു കുളമുണ്ട്. ആടുന്ന് കുളത്തിൽ മുങ്ങി മറിഞ്ഞ് തൊട്ട് കളിച്ചും ഓടിക്കളിച്ചും എല്ലാം വന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടുന്നും മുഹമ്മദിന്റെ ബാപ്പ അവിടുന്നും പറയുന്നത് ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട്, നീ കുളത്തിൽ പോയി കുളിച്ചോടാ എന്നൊരു ചോദ്യം. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കണ്ടിട്ടുണ്ടോ ഞാൻ കുളിക്കുന്നത്? പിന്നെ കാണാത്ത സാധനം എന്നോട് പറഞ്ഞോ? ഞാൻ വിട്ടുകൊടുത്തില്ല 10ാം ക്ലാസ്സിൽ. അച്ഛൻ മട്ടലെടുത്ത് 4 അടിയാ, ടപ്പാ ടപ്പാ ടപ്പാ. അച്ഛൻ പറഞ്ഞതറിയോ, ഞാൻ കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എൻ്റെ കൂട്ടുകാരൻ അബ്ദു നീ കുളത്തിൽ പോയി കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അബ്ദുവിനെയാണ് വിശ്വാസം.
എൻ്റെ കൂട്ടുകാരൻ ചാത്തു നീ കുളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാത്തുവിനാണ് വിശ്വാസം പോലെ 4 അടി പിന്നെയും. ഈ അടി കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചെന്നറിയോ, വല്ലാത്ത പണ്ടാരക്കാലം തന്നെ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഇതിങ്ങ് വെത്തിക്കുവാൻ ആളുണ്ട് എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് പിറ്റേന്ന് കുളിയൊന്നും നമ്മൾ മുടക്കിയില്ല. നമ്മൾ പോകുന്ന പോക്കിൽ അബ്ദൂക്കുണ്ടോ ചാത്തുവട്ടനുണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ കുളിക്കാൻ പോയിട്ടുള്ളൂ. അവിടെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു നമുക്ക്. ആ ഭയമാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ മക്കൾക്ക് ആ ഭയമില്ലാതെ പോയി. ബാപ്പ ഓനെന്ത് പറഞ്ഞാലും ഓനാ ശരി എന്ന് പറഞ്ഞിട്ട് ഓനെ തുറന്നു വിടുമ്പോൾ നിങ്ങൾ ഓർപ്പിച്ചോ, അവനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മക്കൾ നിങ്ങളെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അച്ഛൻ നമുക്ക് പൊട്ടാന്ന് വിളിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ചലനങ്ങളും നമ്മുടെ ഇളക്കങ്ങളും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ലഹരി ഉണ്ടോന്ന് ചോദിച്ചാൽ പോട്ടെ, ഇനി നിങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടം നടത്തി, നിങ്ങളേത് ലഹരിയെ ഇല്ല എന്ന് പറഞ്ഞേ? അതെനക്ക് അറിയണ്ട്. ഞാൻ ലഹരി എന്ന് പറയുമ്പോൾ ഞാൻ പറയും വായനയാണ് ലഹരി, എഴുത്താണ് ലഹരി, പ്രാർത്ഥനയാണ് ലഹരി, നിസ്കരിക്കലാണ് ലഹരി, പള്ളിയിൽ പോക്കാണ് ലഹരി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളില്ല എന്ന് പറഞ്ഞു. ഏതാ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ ലഹരിക്കെതിരെ ഇവിടെ പോരാട്ടം നടത്തിയില്ലേ? നിങ്ങൾ എന്താ പറയാ മനുഷ്യച്ചങ്ങല തീർത്തില്ലേ? മെഴുകുതിരി കത്തിച്ചില്ലേ? ലഹരി അരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് അരുത് ഞങ്ങൾ പറഞ്ഞ പഠിപ്പരുത് എന്നാ. പോട്ടെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഒന്നും കൂടി ഞാൻ ചോദിക്കാം, ഒന്നും കൂടി ആലോചിച്ചു. കാണണം എന്ന് തോന്നുന്ന വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അല്ല സാർ, നിങ്ങൾ കല്യാണം കഴിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണം എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്കുക. ഒന്നുമില്ല. നിങ്ങൾക്ക് ഭാര്യനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. വീണ്ടും വീണ്ടും ഭാര്യനെ കാണണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഭാര്യ ഒരു ലഹരി ആവണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാ? നിങ്ങളല്ല എൻ്റെ ടീമിന് കേട്ടോ. ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ അപ്പാടിൻ്റെ മുഖേലം പാടിപ്പോയി. അത് സംഗതി ശരിക്കും വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന സാധനത്തിനല്ലേ ലഹരി എന്ന് പറയുന്നത്. ബാപ്പയ്ക്കും മക്കളെ കാണണം ഇങ്ങനെ തോന്നണം. മക്കൾക്ക് ബാപ്പനെ കാണണം എന്ന് തോന്നുമ്പോഴാണ് ബാപ്പ ലഹരിയാവുന്നത്. ഉമ്മയെ കാണണം എന്ന് തോന്നുമ്പോഴാണ് ഉമ്മ ലഹരിയാവുന്നത്. ബാപ്പക്കും ഉമ്മയും, ഉമ്മയ്ക്കും ബാപ്പയും, ഉമ്മക്കും ഉപ്പക്കും മക്കളും, 4 പേർക്കും വീടുമായിരിക്കണം ലഹരി. വീട്ടിലേക്ക് വരണം എന്ന് കുട്ടിക്ക് തോന്നണം. ഇപ്പൊ സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടുത്തെ പ്രശ്നം എന്താന്ന്? നിങ്ങൾക്ക് ഭാര്യനെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മുഖേലം കറുത്തുപോയി. പിന്നെ എങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാ? നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ലഹരിയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ സംഭവം നിങ്ങൾ പറഞ്ഞ ഭാര്യ എന്ന് പറയുമ്പോൾ മുഖം കറുത്ത എനക്കും അത് നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ മുഖം പോലെ തന്നെ ഉണ്ട് കേട്ടാ. എനക്കും എൻ്റെ ഭാര്യനെ കണ്ണെടുത്ത. പക്ഷെ ഞാനും ഭാര്യ ഏറ്റവും കൂടുതൽ നല്ലോണം ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പം എന്ന് പറയുന്നത് ഈ കല്യാണം നിശ്ചയിച്ചിട്ട് ഈ താലി കെട്ടാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു 3 മാസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഓക്കെ ഞാൻ ഫോൺ കൊടുത്തത്. എന്നെ ഫോണിൽ ഇങ്ങനെ മിസ് കോൾ അടിച്ച് ഞാൻ സംസാരിച്ച് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചെടുത്തനാണ്. ആ മുഹമ്മദാണ് എന്നെ പറ്റിച്ചത്. ഓൻ പറയും നല്ലടാ കഴിച്ചോ, നല്ല കഴിച്ചു. 31 വയസ്സ് വരെ ഞാൻ പിടിച്ചത് കേട്ടാ. മുഹമ്മദ് പറ്റിച്ചു. മുഹമ്മദ് പറയും കഴിച്ചോ, വേഗം കഴിച്ചു. ഞാൻ ചോദിച്ചു എന്ത് ഗുണമെന്ന് ചോദിച്ചപ്പോൾ പറയും വലിയ ഗുണമൊന്നുമില്ല, കുളിക്കുവാൻ പോകുമ്പോൾ സോപ്പ് എടുത്ത് തരിക, തോർത്ത് മറന്നുപോയാൽ തോർത്ത് ജോലിട്ട് തരിക, പുറം ചൊറിയുമ്പോൾ ചൊറിഞ്ഞു തരിക. അങ്ങനെ എനിക്കാണെങ്കിൽ 32 വയസ്സിൽ ചെറുങ്ങനെ ചൊറിയും വന്നു. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെ ഫോണൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓള് പിന്നെ കുറേ മിസ് കോളെല്ലാം അടിച്ച് പിന്നെ ഓൾ എന്നെ വിളിക്കാൻ തുടങ്ങി. നല്ല രസാട്ടോ. ഓള് വാട്സപ്പിൽ ഹായ്, അപ്പം ഞാനൊരു ഹോയ്, അപ്പോൾ ഓള് ഹായ് ഹായ്, അപ്പം ഞാൻ ഹോയ്. നല്ല രസമുണ്ട് ഇങ്ങനെ. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു പറക്കണം. ഞാൻ വെച്ച് പടച്ചോനെ, ഞാൻ ഇതുവരെ പറഞ്ഞിക്കൂല. ഓള് പറഞ്ഞു കറങ്ങണം. ഞാൻ വെച്ച് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടേ കഴിക്കണമായിരുന്നു കല്യാണം. കല്യാണം കഴിച്ച് 5 കൊല്ലം കൊണ്ട് അങ്ങനെ തിരിഞ്ഞ് 2 കുട്ടികളുമായി. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ ചിരിച്ച് മരിച്ചു. കറങ്ങലും ഇല്ല, പറക്കലും ഇല്ല. രാവിലെ ആ മോള് ഒരു ഊരവേന, ആ കകത്തിൻ്റെ ഇവിടുന്ന് ഒരു വിറച്ചില്, പെണ്ണിന് ഫീസ്, ചെക്കന് മൂക്കൊലിപ്പ്, എല്ലാത്തിനെയും കൊന്നു. നിങ്ങൾക്ക് എങ്ങനെയാ? എൻ്റെ ടീമേ ഞങ്ങൾ ഇത് തന്നെയാണ് നമ്മളെ പ്രശ്നം. പിന്നെ എങ്ങനെയാ നമ്മൾ വീട്ടിലേക്ക് നമുക്ക് എങ്ങനെയാ വീട്ടിലേരിയാവാന്ന്? അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് മൂക്കൊലിപ്പായാലും സാരമില്ല, ഓളെ ഊരവേനയായാലും. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യേൻ്റെ ഊരവേനയാ പ്രശ്നമുള്ളൂ കേട്ടോ. അങ്ങോട്ടേലുള്ളവരെല്ലാം ഊരവേന എന്നെല്ലാം പറയുമ്പോൾ ഞാൻ പറയും നല്ല ഡോക്ടർ ഉണ്ടോ, എൻ്റെ വണ്ടിക്കായിരിക്കും എന്നെല്ലാം ഞാൻ പറയും. നിങ്ങളെങ്ങനെയാ? നമുക്ക് നമ്മളോട് ഭാര്യയോട് മാത്രമാണ് ദേഷ്യം. അത് തന്നെയാണ് സാറ് നേരത്തെ പറഞ്ഞത്. നമ്മളെ കുടുംബത്തിനോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടില്ല എങ്കിൽ ആ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ട ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ലഹരി മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങളെ മക്കളെ നിങ്ങൾ കളിക്കാൻ വിടണം, നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഇരിക്കണം. ആ മക്കളെ നിങ്ങൾ പറഞ്ഞ ലഹരിയിലേക്ക്, നിങ്ങൾ പറഞ്ഞ ലഹരി എനിക്കിപ്പോ മനസ്സിലായി. ഏതാ? നിങ്ങൾ പറഞ്ഞ കള്ള്, കഞ്ചാവ്, MDMA, പാൻഡ്രാഗ്, ആ സാധനം. എന്നാ നിങ്ങൾ പറഞ്ഞ ഈ നാട്ടിൽ ഏത് ലഹരിയാ ജാസ്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ?
കുടുംബസ്നേഹമാണോ ഇവിടുത്തെ ലഹരിയായി മാറിയത്? ആണോ? അല്ല. ഇവിടുത്തെ ലഹരി ഏതാ? ഇവിടുത്തെ ലഹരി ഞാൻ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് ലഹരിയാണ്. അതുകൊണ്ടാണ് പോലീസ് ലഹരിക്കെതിരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വളരെ പ്രസക്തമായത്. പോലീസ് ഇന്നേ വരെ ഒരിടത്തും ലഹരിയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താണെന്നറിയോ? ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. അങ്ങനെ നിങ്ങൾക്ക് ജീവിതം ലഹരി ആയിട്ടുണ്ട് എങ്കിൽ ആ ജീവിതത്തിലേക്ക് മറ്റേതെങ്കിലും ഒരു സംഗതി, വേണ്ടാത്ത സംഗതി കടന്നു വരുമോ? നിങ്ങൾ പാൻഡ്രാഗ് തിന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ബബിൾഗം തിന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കള്ളു കുടിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ ജീവിതത്തിൽ ഭാര്യയേക്കാൾ മക്കളെക്കാൾ ഇഷ്ടം നിങ്ങൾക്ക് ചമക്കുന്നതിനോടാണ്. നിങ്ങൾക്ക് കുടുംബം ലഹരി ആയില്ല. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ട. ഞാൻ എൻ്റെ ഈ ലഹരിക്കെതിരെ പോരാട്ടം നടത്തി. ഞാൻ ഇനി രണ്ട് പോയിന്റും കൂടി പറയും, ക്ലാസ് നമുക്ക് നിർത്തേണ്ടി വരും, സമയമായി ഇല്ലേ? 2 പോയിന്റ് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് കുടുംബത്തിനേക്കാൾ അപ്പുറത്തേക്ക് സിഗരറ്റും കള്ളും കഞ്ചാവും ജീവിതത്തിലേക്ക് വരുന്നത്? ഇതിനെ തടയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 പോയിന്റ് അല്ലേ നമ്മളെ കൺഫ്യൂഷൻ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വീട് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചത്. നിങ്ങളെ വീട് സുരക്ഷിതമാണോ? യെസ്. അതിന് കേരള ഗവൺമെന്റിന്റെ 2023 ഡിസംബർ 31 ഒരു കണക്കുണ്ട്. ആ കണക്ക് കേട്ടാൽ നിങ്ങൾക്ക് തിരിയും. അല്ല പാപ്പ, നിങ്ങൾ കള്ളു കുടിക്കുവോ? ഇല്ല. നിങ്ങൾ കുടിക്കുവോ? അല്ല ചങ്ങായി, ഇനി കുടിക്കുവോ? കുടിക്കില്ല ഇതരെ. വെരി ഗുഡ്. അപ്പൊ നോക്ക്, ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള നിങ്ങളെല്ലാം പറഞ്ഞത് കുടിക്കൂല എന്നാ. നിങ്ങൾ കുടിക്കൂല, ഇവരൊന്നും കുടിക്കൂല അല്ലേ? എന്തായാലും കേരള ഗവൺമെന്റ് കള്ളത്തരം പറയില്ലല്ലോ. നിയമസഭക്കുള്ളിൽ കള്ളത്തരം പറയാൻ കഴിയില്ല. പുറത്തുനിന്ന് എന്ത് വിടലും വിടാം. നിയമസഭക്കുള്ളിൽ പറയുന്നതല്ല ഉള്ളായിരിക്കും. ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ടങ്ങ് അരിച്ച് ഗവൺമെന്റ്. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന ആൾ വരെയുള്ള എണ്ണത്തിനെയാണ് നമ്മൾ ജനസംഖ്യ എന്ന് പറയാം. കേരളത്തിൽ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് അരിച്ചപ്പോൾ ഒരാൾ കുടിച്ച ലഹരി കിട്ടണം, നമുക്ക് കിട്ടണ്ടേ? അപ്പം നിങ്ങൾ കുടിച്ചില്ല, നിങ്ങളും കുടിച്ചില്ല, നിങ്ങളൊന്നും ഞാൻ ചോദിച്ചാൽ ആരും കുടിച്ചില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെന്റ് പറയുന്നത് അറിയോ? കേരളത്തിൽ 2023 ഒരാൾ 8.7 ലിറ്റർ മദ്യം കുടിച്ചിട്ടുണ്ട് പോലും. എത്ര ലിറ്റർ? 8.7 ലിറ്റർ. പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ച സ്ഥലം. നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ച് നമ്മളാണ് ഇപ്പൊ 1ാം സ്ഥാനത്ത്. വിട്ടുകൊടുക്കരുത്. ഞാൻ നിങ്ങളെ പക്ഷത്താണ്. ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവത്തിലാണെന്നറിയോ നിങ്ങള്? ഈ ജനിച്ച കുട്ടി മുതൽ 8.7 ലിറ്റർ നടക്കുന്നുണ്ടെങ്കിൽ ഈ ബാപ്പ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കണ്ടേ 17.4 ലിറ്റർ? നിങ്ങളും കുടിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ കുട്ടി കുടിക്കണ്ടേ? ബാക്കി ഇവരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പണ്ടാരം ഞാൻ കുടിച്ച് പറ്റിക്കണത്. ഇതാരോ കുടിക്കുന്നുണ്ട്, അത് സത്യമാണല്ലോ. ഇനി നിങ്ങളെ വീട്ടിലേക്കൊന്ന് പോട്ടെ. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കും. അപ്പൊ നിങ്ങൾ കണക്കൂട്ടുകാരല്ലാന്നറിയോ? ബാപ്പ, ഉപ്പാപ്പ, അമ്മയച്ഛൻ, കാരണം ഇങ്ങനെ മേലോട്ടേക്ക് പോകും. വേണ്ട, ഓരെല്ലാം വിട്ടേക്ക്. നിങ്ങള് കേരള ഗവൺമെന്റ് 2022 ഡിസംബർ 31 പറഞ്ഞ 2ാമത്തെ ഒരു കണക്കുണ്ട്. ആ കണക്കിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ കടന്നു വരേണ്ടത്. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന, അത് ഏത് വസ്തുവായാലും ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായത്തിനെ കുറിച്ച് ഗവൺമെന്റ് പറയുന്നു. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലെന്നറിയോ? എത്രയാണ്? 12 വയസ്സ്. എത്ര വയസ്സ്? 12. മോനെ എത്ര വയസ്സായി? 11 ആയി. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഓനായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ദേഷ്യം പിടിച്ചില്ലേ? ഈ മഹത്തായ ഉറൂസിന്റെ വേദിയിൽ വന്നിട്ട് എന്റെ മുന്നിലിരിക്കുന്ന കുട്ടീനെ തോണ്ടിയിട്ട് ഇനി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ ചോദിക്കാൻ എനിക്ക് എന്താണ് ധൈര്യം? എനിക്ക് ധൈര്യക്കേടൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം ചോദിച്ച ചോദ്യമാണ്. കേരളത്തിന്റെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഈ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഈ മഹലിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവനെ പഠിപ്പിക്കുന്ന ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എന്റെ മോൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാഷയും ഉസ്താദിനെയും മഹലിനെയും അടിക്കുകയല്ല വേണ്ടത്. ഈ കുട്ടി ലഹരിയുടെ ലോകത്തേക്ക് ചലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നിങ്ങളൊരു രക്ഷകർത്താവുന്നത്. പക്ഷെ കേരളത്തിൽ ഞാൻ കണ്ട രക്ഷകർത്താക്കളൊന്നും എന്റെ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ അങ്ങനെയാ പോറ്റിയത്, ഓൻ എന്തിന്റെ കുഴപ്പമാണ് എന്നെല്ലാം ചോദിച്ചിട്ട് ബാപ്പ ഇങ്ങനെ പൊന്തുവാണ്. ഒരു കാര്യമില്ല. അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇതുവരെ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചത് കണ്ടോ?
ഞാൻ കട്ടിപ്പാറ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 9ാം ക്ലാസ്സിലെ 3 കുട്ടികളാണ് മദ്യപിച്ചിട്ട് നശിച്ച് പണ്ടാറടങ്ങിയ 3 കുട്ടികളാണ് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് അവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. വേണേ വന്നാൽ ഞാൻ കാണിച്ചു തരാൻ. കുന്നമംഗലത്തുള്ള 8 വയസ്സുകാരി പെൺകുട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ഈ ലഹരിയുടെ ഉപയോഗം മൂത്തുപോയത് കൊണ്ടാണ്. എന്റെ നാട്ടിൽ 18 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് ഈ കുത്തിവെച്ച സാധനത്തിന്റെ അളവ് കൂടി പോയത് കൊണ്ടാണ്. മറന്നുകൊണ്ടങ്ങള് കുറ്റ്യാടി പഞ്ചായത്തിലുള്ള 13 വയസ്സുകാരി പെൺകുട്ടി ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലൂടെ പരക്കം പാഞ്ഞ് നടക്കുന്നത് ഈ ലഹരി വസ്തു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏകദേശം 45 കുട്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മരിച്ചതും മരിക്കാത്തതും ഭ്രാന്ത് വന്നതുമായ 45 കുട്ടികളെ. അവിടെയാണ് പുതിയ ലഹരിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വീട് സുരക്ഷിതമാണെന്ന് ഇന്ന് ഉറപ്പുവരുത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം നടത്തപ്പോൾ ഒരു നല്ലൊരു വീടിന്റെ പരിസരത്തായിരുന്നു ക്ലാസ്. അപ്പുറത്ത് നല്ല സുന്ദരമായിട്ടുള്ളൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് രാത്രി ഒരു വൈകുന്നേരം 3:30 മണിക്ക് എക്സൈസും പോലീസും സംയുക്തമായിട്ട് ഇരച്ച് കയറിയത്. ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളിലെ ഹെഡ്മിസ്ട്രസിന്റെ വീട്ടിലാണ് പോലീസ് കയറിയത്. ആ ഹെഡ്മിസ്ട്രസിന്റെ ഭർത്താവ് ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു കമ്പനിയിലെ എഞ്ചിനീയറാണ്, ഗവൺമെന്റ് എഞ്ചിനീയറാണ്. ഇവർക്ക് 2 ആൺമക്കളാണ്. അവരുടെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, പോലീസിന് പണ്ടേ പെരാന്താ, നമ്മളെല്ലാം പഠിപ്പിച്ച ടീച്ചറാ മോൻ ഇത് ഉപയോഗിക്കുവോ? പോലീസ് വിട്ടില്ല. പോലീസിന്റെ കയ്യിൽ മറ്റൊരു ചെക്കനും കൂടി ഉണ്ടായിരുന്നു. ആ ചെക്കൻ കാണിച്ചു തന്നതാ, ഇവനാണ് എനിക്ക് ഈ സാധനം തന്നതെന്ന്. പോലീസുകാർ വീട് മുഴുവൻ പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച എന്നാ അറിയുള്ളൂ. അവന്റെ ബെഡ്റൂമിന്റെ മേലെ ഡംപ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഡംപ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമില്ലേ മേലെ, അതിന്റെ മേലെ അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്നു. ആ നാട് മുഴുവൻ ബോധം കെട്ടുകയില്ല. ഞാൻ 1-2 കാര്യമില്ല. രണ്ടാമത് കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്ത്, തൊട്ടിൽപ്പാലിനടുത്ത് ഇതേപോലെ ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അമ്പലവും പള്ളിയും സംഘടനകളെല്ലാം ഒന്നുചേർന്ന് ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിച്ചപ്പോൾ ആ റാലി വെച്ച വീട് ആ നാട്ടിലെ ഏറ്റവും മാന്യനായ പ്രവാസിയുടെ വീട്ടിന്റെ മുന്നിലായിരുന്നു. ആ പ്രവാസിയുടെ സഹായം കിട്ടാത്ത ഒരു മനുഷ്യനുമല്ലോ ആ നാട്ടിലില്ല. അയാളുടെ വീട്ടിലേക്കാണ് പോലീസ് ഇരച്ചു കയറിയത്. നാട്ടുകാർ പറഞ്ഞ് പോലീസിന് വീണ്ടും വരാന്താണ്. പക്ഷെ പോലീസ് ഇരച്ചു കയറിയപ്പോൾ വീടിന്റെ വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കിടന്നപ്പോൾ കണ്ട കാഴ്ച എന്നാ അറിയോ? കോഴിക്കോട് സിറ്റിയിലെ ഒരു സുന്ദരിയായ പെൺകുട്ടീനെ ഉടുതുണിയില്ലാതെ കട്ടിലിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു ഈ ചങ്ങാതിയുടെ നാട്ടിലെ നന്മ മരത്തിന്റെ മകൻ. ഇത് കണ്ട ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്നുള്ള മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛനും ബാപ്പയും ഒക്കെ ഗംഭീരനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് ആ മക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് ഈ മഹലിന്റെ ദൗത്യം പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് അടുത്ത വേദിയിലെങ്കിലും, ഏത് പൊട്ട ക്ലാസ് ആണെങ്കിലും, ഏത് മതപ്രഭാഷണമാണെങ്കിലും, ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം ഒന്നിച്ചിരിക്കാനുള്ള സന്മനസ്സുകൾ കാണിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇല്ല എങ്കിൽ നമ്മളെ മക്കളെ ഞാനോ ഇങ്ങനെയായിപ്പോയി, മക്കൾ അങ്ങനെയായിപ്പോയി, നിങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയതുകൊണ്ടാണ് കസലമ്മിൽ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെ മക്കൾ ഇങ്ങനെയെങ്കിലും ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യ? A+-ലൊന്നും വലിയ കാര്യമൊന്നുമില്ല. A+ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ അതിലും നല്ലത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ മക്കളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് എനിക്ക് ഞാൻ കഴിഞ്ഞ കാസർഗോഡ് ക്ലാസ് എടുത്തപ്പോൾ ആ മഹൽ കമ്മിറ്റിയാണ് തീരുമാനിച്ചത്, ആ മഹലിന്റെ കീഴിൽ ആരെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മഹലിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ധീരമായ തീരുമാനമെടുക്കേണ്ടി വന്നു മഹൽ കമ്മിറ്റിക്ക്. നമ്മളെ മഹലിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് അധികം ദീർഘിപ്പിച്ചു പറയുന്നില്ല. ഇത് മനസ്സിലാക്കാൻ എന്താണ് മാർഗം? അതല്ലേ നമ്മൾ അറിയേണ്ടത്. കള്ള് കഞ്ചാവെല്ലാം വിട്ടേക്ക്, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുവരെ പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് തൊട്ട് പരിശോധിക്കണം. അതിന് വളരെ ലളിതമായ മാർഗം എന്താണെന്നറിയോ? നിങ്ങളും നിങ്ങളെ മക്കളും മനുഷ്യനാവുക എന്നതാണ്. നിങ്ങൾ മനുഷ്യനാണോ? യെസ് ഓർ നോ? അതിന് ഉത്തരയില്ലേ. മനുഷ്യനാണോ? എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യനെ പോലെയേ ഇല്ല. നിങ്ങൾക്ക് എന്തെല്ലോ സൂക്കേടുള്ള പോലെയാ ഉള്ളത്. കാരണം മനുഷ്യന് 4 പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത നമുക്ക് കാണണം. ഒന്ന്, മനുഷ്യന് മാത്രമേ നട്ടെല്ല് നിവർത്തിയിരിക്കാൻ പറ്റൂ. നട്ടെല്ല് നിവർത്തിയിരിക്കടോ? കണ്ട സംഭവങ്ങൾക്ക് ഉണ്ട്, പക്ഷെ അത് മടങ്ങിപ്പോയി. അത് കൊറോണയ്ക്ക് ശേഷം മനുഷ്യന്മാർക്ക് വന്നൊരു വല്ലാത്ത അപജയമാണ് നട്ടെല്ല്. ഈ നട്ടെല്ല് ഇനി വളഞ്ഞു പോകരുത്. നേരെ യെസ്, ഇതാണ് ഇരുത്തം. അതിന് ബാപ്പയും ഉപ്പയും ഉസ്താദും നേരെ ഇരിക്കണം.
മനസ്സിലായില്ല? അല്ല നമ്മളിങ്ങനെ കുറ്റി പോലെ ഇങ്ങനെ സ്കൂട്ടർ മസാജിന്റെ പോലെ ഇരുന്ന ഐറ്റികൾ അങ്ങനെ തന്നെ ഇരിക്കുക. അതുകൊണ്ട് ഈ കുട്ടികൾ അതിലും ഞാൻ കുറ്റം പറയും. ഇനി നിങ്ങളെ വീട്ടിലെല്ലാം മനുഷ്യ കുട്ടികളാണോ എന്ന് ഇന്ന് പോയിട്ട് നോക്കിക്കൊള്ളണം. നിങ്ങളെ മക്കൾ ഓടിക്കുന്ന ബൈക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കി. നിങ്ങൾ ഇങ്ങനത്തെ ബൈക്കാണോ ഐറ്റികൾ ഉപയോഗിക്കുന്നതോ ചെരേമലിരുന്ന പോലത്തെ ഇങ്ങനത്തെ ബൈക്കാണോ? പറ. ചെരേമലിരുന്ന നട്ടെല്ലുണ്ട് ഐറ്റേക്ക്? ഇല്ല. ആ ബൈക്ക് ഉപയോഗിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ 12 കൊല്ലം കഴിഞ്ഞാൽ ഐറ്റിയുടെ നട്ടല് L4 L5 തൊട്ട് പണ്ടാരടങ്ങിയിട്ട് നടക്കുവാനാവും ലൈറ്റ്. വലിയ വലിയ ഹോസ്പിറ്റലിലുണ്ട്, ഓർക്ക് നല്ല പൈസ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ഐറ്റ് ഇനി അതിന്റെ ബേക്കിലുള്ള പെൺകുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പും ചാക്ക് പുറത്തിട്ട പോലെ. ഇത് തിരുത്തേണ്ടത് ആരാ? ഈ സമൂഹത്തിൽ ആരെങ്കിലും തിരുത്തിയോ? അത് മക്കൾക്ക് ബൈക്ക് വേണ്ടെന്നല്ലോ പറഞ്ഞ. 12 വയസ്സിന് ലൈസൻസ് കിട്ടിയ കുട്ടിക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. നട്ടല് നിവർത്തിയിരിക്കാൻ കഴിയുന്ന ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളെ വീട്ടിൽ ഇരിക്കാൻ കഴിയുന്ന കസേലക്ക് നട്ടല് നിവർത്തിയിരിക്കാൻ കഴിയുന്ന കസേലയായിരിക്കണം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ നട്ടല് വളഞ്ഞു വരും. പിന്നെയും നട്ടല് പോയി അവൻ്റെ എവിടെ ചങ്ങായി നേരെ ഇരിക്കിഞ്ഞി. യെസ്, കണ്ട പറ്റുന്നില്ല. കാരണം എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കനെ കാണണം നിങ്ങളിപ്പോ. എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ക്ലാസ് കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ചിരി വന്നതറിയാം. എൻ്റെ അടുത്ത് എല്ലാം ഇങ്ങനെ തന്നെ 3ാം ക്ലാസ്സിലെ ചെക്കൻ ഇരിക്കുമ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പഴംപൊരി, ഒരു കാല് ചുമരുമ്മലും, ഒരു കാല് ഏടിയ വെക്കണ്ടേന്ന് തിരിഞ്ഞിട്ടേ ഇല്ല. ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നീരാളീനെ പോലത്തൊരു സാധനം. മോനെ ഞാൻ നീർക്കണ്ടേ? അത് ഞാൻ നീർക്കേണ്ട ശ്രമത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും നീർന്നിട്ടില്ല എങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും നട്ടൽ വേണം. രണ്ടാമത്തെ പ്രത്യേകത എന്നറിയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക്. എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് നോക്ക്. പറ്റുന്നുണ്ടാ? എടാ രണ്ടാമാ ഇനി നോക്കുന്നില്ല? യെസ്, നോക്ക്. വെരി ഗുഡ്. തങ്കപ്പെട്ട കുട്ടികളാട്ടോ നിങ്ങള്. 3ാമത്തെ പ്രത്യേകതയോടുകൂടി നിങ്ങൾ മനുഷ്യന്മാരാണെന്ന് ഇപ്പം തിരിയും. മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയൂ. എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് നോക്ക്. പൊട്ടിങ്ങി ചിരിച്ചാട്ടെ. ഞാൻ പറയില്ല പെരാന്തങ്ങൾക്ക്. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അതേസമയം പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു പാട്ടിട്ടായില്ലേ? എല്ലാവരും തത്തക്കം പൊത്തക്കം മറ്റു ഓടി വരുന്ന തുള്ളുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ. തുള്ളൊന്നും വേണ്ട നമുക്ക് അതുകൊണ്ടാണ് ഖുറാനിൽ, വിശുദ്ധ ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പുഞ്ചിരിയാണ് ഏറ്റവും മഹത്തായ ദാനം, സമ്പത്തല്ല. മനുഷ്യന്മാർ കാണുമ്പോൾ പുഞ്ചിരിക്കണം. സക്കാത്ത് ദാനമായി കൊടുത്തിട്ടില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ സക്കാത്തായി പുഞ്ചിരി നൽകുന്ന നമ്മളെ മഹാനായ മുത്തുനബി പറഞ്ഞത് ശരിയാണോ? അത് ശരി, എല്ലാം നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ചിരിച്ചാ? ഒന്നും കൂടെ എന്നെ നോക്ക്. പൊട്ടിച്ച് നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്നോട് ചിരിച്ചുകൊണ്ട്. കാരണം അറിയോ? നിങ്ങൾ എന്നെ കടിച്ചു തിന്നുള്ളൊരു ബൂതി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇന്ന് മുതൽ ചിരിക്കണം. ആരെ കാണുമ്പോൾ ചിരിക്കും. ഈ മഹലിലുള്ള സകല മനുഷ്യന്മാരെ കാണുമ്പോൾ ഹായ്, ബസ്സുകാരും ആദ്യം കിളിയോട് കിളി, പിന്നെ കണ്ടക്ടറോട് പിന്നെ ഡ്രൈവറോട് ഹിഹി. അങ്ങനെ ഒരാഴ്ച ചിരിച്ചോക്ക്. ബസ് ഏടെ കണ്ടാൽ നിൽക്കും. നിങ്ങൾക്ക് ബസ്സുകാരും പറ്റിയില്ല, കിളി പിടിച്ച് മുരുണ്ടി കയറ്റും. ചില്ലറ ഇല്ലെങ്കിലും കണ്ടക്ടർ സാരയില്ല അവിടെ വെച്ചേക്ക്. ഡ്രൈവർക്ക് ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഇനി ബാപ്പയോ അല്ലെങ്കിൽ ഉസ്താദ് നിങ്ങളെ അടിക്കുവാൻ വരുമ്പോൾ തരണം. ഉസ്താദേ ഒരൊറ്റ ചിരി അങ്ങ് ഇരിക്കുക. ഉസ്താദ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവും. ശരിയാണോ? അടീന്റെ കനം കുറയും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചിരിച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഭാര്യനെ കാണുമ്പോൾ ഭാര്യയെ ഒരൊറ്റ ചിരി. ഏത് ഭാര്യ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത്? വരൂല. പക്ഷെ നമുക്ക് ചിരിക്കാൻ പറ്റും. അവളെ കാണുമില്ലേ? നമ്മളിങ്ങനെ ആകുമ്പോൾ ഓള് ഇങ്ങനെ. എനിക്ക് ഇവിടെ അറിയില്ല, എൻ്റെ നാട്ടിലല്ല അങ്ങനെ. ഇവിടെ എങ്ങനെ? അതാണ് വിഷയം. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ചിരി നമുക്ക് സക്കാത്തായും ദാനമായിട്ട് കൊടുക്കാൻ പറ്റണം. പറഞ്ഞ മനസ്സിലായല്ലോ? യെസ്. 4ാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ കരഞ്ഞോളണം മനുഷ്യന്മാർ. സങ്കടം വരുമ്പം പൊട്ടി കരഞ്ഞോളണം. അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു കുട്ടിയും ആത്മഹത്യയിലേക്ക് പോയിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ അവസാനം ഫൈനലിൽ ഓസ്ട്രേലിയയോട് നമ്മൾ പൊട്ടി പണ്ടാരടങ്ങിയപ്പോൾ സിറാജ് കരയുന്ന കണ്ടിട്ട് ഞങ്ങൾ ഷാമി അങ്ങേസായിരുന്നു. കോഹ്ലി ഹുയ് 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 എന്ന് കരഞ്ഞടിക്കില്ലേ? എന്തിനാ കരഞ്ഞത്? ആ കരച്ചിൽ, ആ ഗ്രൗണ്ടിൽ നിന്ന് അവർ കരഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പിന്നീട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. മഹാനായ മെസ്സിയും സംഘവും മറ്റേ എംബാപ്പന്റെയും ടീമിനെയും ലോകകപ്പ് ഫൈനലിൽ തോപ്പിച്ചപ്പോൾ സകല മനുഷ്യന്മാരും കരഞ്ഞു. എംബാപ്പ അങ്ങന്ന് കരഞ്ഞ്, മെസ്സി ഇങ്ങന്ന് കരഞ്ഞ്, കോച്ചുമാർ ഓഹോ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്തുകൊണ്ടാ? ജയിച്ചോനും കരഞ്ഞ്, തോറ്റോനും കരഞ്ഞു. അതോടുകൂടി ആ കളി അവിടെ അവസാനിച്ചു. ഇല്ല എങ്കിൽ പിറ്റേന്ന് ഈ മെസ്സിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഉസ്താദ് അടിച്ചാൽ നിങ്ങൾക്ക് അന്നേരം ബാത്റൂമിലാറ്റം പോയി കരഞ്ഞു വേണം. പിന്നെ ഉസ്താദിനെ കാണുമ്പോൾ ചിരിച്ച് വണ്ടാരടങ്ങി പോകും. അതല്ല, ഉസ്താദോട് ദേഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ കരഞ്ഞോളൂല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. ഇതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ?
മനുഷ്യന്മാർ രാത്രി എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം? വേഗം പറ. 8 മണിക്കൂർ. 7 മണിക്കാണ് പറയുന്നത്. അതുകൊണ്ട് 7 മണിക്കൊന്നും നമുക്ക് പറ്റൂല. 8 മണിക്കുള്ളിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം. മനുഷ്യന്മാരാണേ. മനുഷ്യന്മാർ എത്ര മണിക്കൂർ ഉറങ്ങണം? പണിയില്ലാത്ത എന്നെ പോലെ തന്നെ 6 മണിക്കൂറും നിങ്ങളെപ്പോലെ അധ്വാനിക്കുന്നവന് 8 മണിക്കൂർ ഉറങ്ങും. നിർബന്ധമാണ് 8 മണിക്കൂർ ഉറക്കം. എന്നാൽ മാത്രമാണ് നിങ്ങളെ തലച്ചോറും ശരീരവും റീസെറ്റ് ആവുള്ളൂ. എപ്പോഴാണ് ഉറങ്ങേണ്ടത്? രാവിലെയാണോ രാത്രിയാണോ ഉറങ്ങേണ്ടുന്നത്? അത് ശരി, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ രാവിലെ 5 മണിക്ക് എണീക്കണമെങ്കിൽ രാത്രി എത്ര മണിക്ക് ഉറങ്ങണം? നിങ്ങൾ തങ്കപ്പെട്ട ആളാ, കൈവച്ച് കൂട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. 9 മണിക്ക് ഉറങ്ങിയാലാണ് 5 മണിക്ക് എണീക്കാൻ പറ്റൂ. രാവിലെ സുബഹ് നിസ്കാരത്തിന് എണീക്കണമെങ്കിൽ, അല്ലേ? ശരിയല്ലേ? എന്നാൽ നിങ്ങളില്ലേ, ഞാൻ ഇന്ന് നൈറ്റ് കഴിഞ്ഞിട്ട് വരുക. എനിക്ക് കാസർഗോഡിനെ കുറിച്ച് അറിയില്ല. എന്തായാലും എൻ്റെ വടകര എൻ്റെ വണ്ടി 11 മണിക്കാണ് ഈ റോഡിലൂടെ പറക്കുക. രാത്രി നിങ്ങൾ എന്താക്കുന്ന നോക്കാൻ. അതിൽ 3 ആളുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ആൾക്കും കൂടി അതിൽ കയറാം. പറ്റുവാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ വന്നാൽ നമുക്ക് ഈ നാട്ടിൽ കൂടിയെല്ലാം ഒന്ന് കറങ്ങണം. രാത്രി 11 മണിക്ക് ശേഷം 2 മണിക്കില്ലേ ആ പീടിയെന്ന് ഷവർമയും കുഴിമന്തിയും ചിക്കനും എല്ലാം തിന്നുന്ന കുറേ മനുഷ്യക്കുട്ടികളെ ഞാനും കാണിച്ചു തരാം. അത് മനുഷ്യക്കുട്ടിയാണോ? 9 മണിക്ക് ഉറങ്ങണമെന്ന് ശാസ്ത്രം പറയുമ്പോൾ രാവിലെ 5 മണിക്ക് സുബഹ് നിസ്കരിക്കാൻ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് വരണം എന്ന് പറയുമ്പോൾ ഇവിടെ 2 മണിക്ക് കുഴിമന്തി തിന്നു അവിടെ മനുഷ്യന്മാർ. മനുഷ്യക്കുട്ടിയാണ്. രാത്രി സാറ് പറഞ്ഞ വർത്താനം അതാ. രാത്രി 12 മണിക്ക് ആ ടർഫ് പോയിട്ട് ഫുട്ബോൾ കളിക്കുക. ഉറക്കൊഴിച്ചിട്ട് ആരോഗ്യം നന്നാക്കുക. 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യം നന്നാവുമെന്ന് ശാസ്ത്രം പറഞ്ഞ ലോകത്ത് ഈ 12 മണിക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആ കുട്ടീനെ ഒന്നും പറയുന്നില്ല. ആ കുട്ടീനെയാണ് കുറ്റം പറയേണ്ടത്. ചൊട്ടയിലെ ശീലം ചൊടല വരെ പാരായണ ഉത്തരവാദി. ഇപ്പൊ കുട്ടീനെ ഒരു ചട്ടക്കൂടിൽ പോറ്റുവാൻ ആ ചട്ടക്കൂടിന്റെ പാളിച്ചയാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഒരു പോയിന്റും കൂടി പറയാം. ഇതും ലഹരിയും തമ്മിൽ എന്താന്നല്ലേ ബന്ധം? കേരളത്തിന്റെ മണ്ണില് കള്ളും കഞ്ചാവെല്ലാം അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് സമയം കിട്ടുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നല്ല ബുദ്ധിയുള്ളവനെ കൊണ്ട് പറയിപ്പിച്ചോളൂ. MDMA എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? MDMA എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച MBBS MD MBA അങ്ങനത്തെ എന്തോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? MDMA എന്ന് പറഞ്ഞാൽ കൃത്രിമമായ രാസവസ്തുക്കൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ലഹരിയുടെ പേരാണ് MDMA. ഈ നാട്ടിന്റെ മണ്ണിൽ MDMA സജീവമായിട്ടുണ്ട്. കള്ള് കണ്ടിട്ടുണ്ടോ? കള്ള് കുടിച്ചാൽ മണക്കുമോ? സിഗരറ്റ് മണക്കുമോ? പാൻഡ്രാഗ് മണക്കുമോ? ബബിൾഗം മണക്കുമോ? എല്ലാം മണക്കും. MDMA മണക്കൂല. MDMA അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ MDMA കുറിച്ച് ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത് പോർഷനും കൂടി പറഞ്ഞു നിർത്താം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന MDMA ആണ്. അപ്പൊ നിങ്ങളെല്ലാം പറയുന്നത് നിങ്ങളെ വീട്ടിലില്ല എന്നാണ് പറഞ്ഞത് എന്നോട്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളെ വീട്ടിലുണ്ട് എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പിടിച്ചത് 1.5 കിലോ MDMA ആണ് പിടിച്ചത്. അപ്പൊ ഓക്കെ. അപ്പൊ ഈ സാധനം ഉപയോഗിക്കുന്ന കുട്ടിയുടെ പ്രായമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ 5ാം ക്ലാസ്സിൽ ഈ MDMA ഉപയോഗിക്കുന്ന കുട്ടീനെ കണ്ടിട്ടുണ്ട്. വടകര ഗവൺമെന്റ് ആസ്പത്രിന്റെ മുമ്പിൽ നിന്ന് ഒരു കുട്ടി സ്കൂൾ വിട്ട് ഓടിപ്പോകുമ്പോൾ കുട്ടിയുടെ ബാഗിൽ നിന്ന് താഴേക്ക് വീണത് ഒരു പൊതിയായിരുന്നു. പോലീസുകാരൻ ഈ പൊതിയെടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ കുട്ടിയുടെ കൈ തട്ടിയിട്ട് ആ പൊതി വീണ്ടും താഴെ വീണ് പൊട്ടിയപ്പോൾ ആ പൊതിയിൽ നിന്ന് താഴേക്ക് വീണത് 1.5 കിലോ കഞ്ചാവായിരുന്നു. 5ാം ക്ലാസ്സിലെ കുട്ടീൻ്റെ ബാഗിൽ നിന്ന്. 6ാം ക്ലാസ്സിലെ തലശ്ശേരിക്കാരൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയത് MDMA ആണ്. അപ്പൊ MDMA എന്ന് പറയുന്നത് രുചിയില്ലാത്ത മണമില്ലാത്ത രാസവസ്തുക്കളാൽ നിർമ്മിതമായ ഒരു ലഹരിയാണ്. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും ഈ സാധനം. അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ കൽക്കണ്ടി പോലത്തെ സാധനം, അല്ലെങ്കിൽ കട്ട ഉപ്പില്ലേ അതുപോലെ ഉണ്ടാവും. ഇതിന് 1 ഗ്രാമിന് 2000 മുതൽ 4000 ഉറുപ്യ വരെ വിലയുണ്ട്. ഈ സാധനമാണ് 5ാം ക്ലാസ്സിലെ കുട്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയില്ലേ ഇനി വെറും പൊട്ടനാന്ന് അല്ലേ? ഏടുന്ന കുട്ടിക്ക് പൈസ കിട്ടുന്നതല്ലേ നിങ്ങളെ സംശയം? ഈ സംശയം നമുക്ക് മഗ്‌രിബിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഈ നാട് നന്നാവാൻ, ഈ നാട്ടിലെ കുട്ടികൾക്കൊന്നും ഭ്രാന്ത് വരാതിരിക്കാൻ പ്രാർത്ഥന ഇന്ന് മുതൽ നമുക്ക് തുടങ്ങണം. ഓക്കെ.